നമസ്കാരം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെട്ടത്. സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെട്ടത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ബന്ധിപ്പിച്ചത്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവിനെയാണ്. 1863 നവംബർ 2 തിരുവനന്തപുരത്ത് പേട്ടയിൽ നെടുങ്ങോട്ട് വീട്ടിൽ ജനനം. ഡോക്ടർ പൽപ്പു ജനിച്ച വർഷം 1863 നവംബർ 2, സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ നെടുങ്ങോട്ട് വീട്ടിലാണ് ജനനം. അച്ഛൻ്റെ പേര് തച്ചക്കുട്ടി പൽപ്പു എന്ന അച്ഛൻ്റെ പൂർണ്ണ പേര് തച്ചക്കുട്ടി പൽപ്പു എന്ന മാതിക്കുട്ടി ഭഗവതി. ഇനി അമ്മയുടെ പേര് നെടുങ്ങോട്ട് വീട്ടിൽ പപ്പമ്മ എന്ന മാതപ്പെരുമാൾ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ഈഴവ സമുദായാംഗങ്ങളിൽ വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ആദ്യ വ്യക്തി ആരാണ് എന്നതാണ്. തിരുവിതാംകൂറിലെ ഈഴവ സമുദായാംഗങ്ങളിൽ വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂറിൽ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ തലേന്ന് 1950 ജനുവരി 25 അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു. SNDP യോഗം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വൈദ്യശാസ്ത്ര ബിരുദധാരി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൻ്റെ പുരോഗതിക്ക് അക്കൂട്ടത്തിൽ ആധ്യാത്മിക പരിവേഷമുള്ള ഒരാളെ മുൻനിർത്തി സംഘടന സ്ഥാപിച്ച് പ്രവർത്തിക്കാൻ സ്വാമി വിവേകാനന്ദൻ ആരെയാണ് ഉപദേശിച്ചത്? ഈഴവ സമുദായത്തിൻ്റെ പുരോഗതിക്ക് അക്കൂട്ടത്തിൽ ആധ്യാത്മിക പരിവേഷമുള്ള ഒരാളെ മുൻനിർത്തി സംഘടന സ്ഥാപിച്ച് പ്രവർത്തിക്കാൻ സ്വാമി വിവേകാനന്ദൻ ഉപദേശിച്ചത് ഡോക്ടർ പൽപ്പുവിനെയാണ്. ഈഴവ സമുദായത്തിനു വേണ്ടി ആര് നടത്തിയ പ്രവർത്തനങ്ങളാണ് സ്വസമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ C. കേശവനെ പ്രചോദനമായത്? ഡോക്ടർ പൽപ്പുവാണ് C. കേശവനെ സ്വസമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രചോദനമായത്. ഈഴവ മെമ്മോറിയൽ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? ഈഴവ മെമ്മോറിയൽ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു. ഇംഗ്ലണ്ടിൽ പോയി ഉന്നത ബിരുദം നേടുന്നതിന് തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽ നിന്ന് അവസരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. മൈസൂർ ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയും വരുമാനത്തിൻ്റെ സിംഹഭാഗവും സ്വസമുദായത്തിൻ്റെ ഉന്നമനത്തിന് ചെലവഴിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു. വിഖ്യാത ചിന്തകൻ നടരാജഗുരുവിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡോക്ടർ പൽപ്പു. ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പോയി പഠിക്കാൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പോയി പഠിക്കാൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ഡോക്ടർ പൽപ്പു. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ എന്ന പേരിൽ ഒരു പുസ്തകം 1896 പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. പൽപ്പുവിൻ്റെ ഒരു പുസ്തകമാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ. 1896 അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈഴവ സമുദായത്തെ സംഘടിപ്പിക്കുന്നതിന് പരിശ്രമിച്ച ആദ്യ നേതാവാണ് ഡോക്ടർ പൽപ്പു. ഇത്രയുമാണ് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ.